M4 മാത്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് സമാന്തര ശ്രേണി എന്ന് പറയുന്ന ഭാഗത്തിലെ തുകകൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം, തുകകൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ എന്ത് ടേം കാണാൻ, എന്നാം പദം കാണാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്ത് ടേം ആണെന്ന് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് എൻ ആയിരുന്നു അല്ലേ? എക്സ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എൻ ഇസിക്കൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആയിരുന്നു, ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം ഡി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് അല്ലേ? കോമൺ ഡിഫറൻസ് ആയിരുന്നു. എഫ് എന്തായിരുന്നു? ഫസ്റ്റ് ടേം. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഡി പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ആദ്യ പദം. അതുപോലെ എൻ എന്ന് പറഞ്ഞാൽ ആകെ സംഖ്യകൾ അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. അതല്ലായിരുന്നോ? അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതെല്ലാം പഠിച്ച് നമ്മൾ ഇതിൻ്റെ കണക്കുകളെല്ലാം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തുകകൾ എന്ന് പറയുന്ന ഭാഗമാണ്. തുകകൾ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എസ് എൻ ഇസിക്കൽ ടു എൻ ബൈ 2 ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. ഇവിടെ നമ്മൾ എക്സ് വൺ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? എഫിനെ തന്നെയാണ്. എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദം. അപ്പോൾ എക്സ് വൺ എന്ന് കണ്ടാലും എഫ് എന്ന് കണ്ടാലും എന്ത് തന്നെയാണ്? ആദ്യ പദം, ഫസ്റ്റ് ടേം തന്നെയാണ്. എക്സ് എൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് ടേം. അപ്പോൾ ഒരു സീക്വൻസിൻ്റെ, ഒരു ശ്രേണിയുടെ എന്ത് ടേം, എന്നാം പദം എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. പിന്നെ എൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ്, എത്രയാണോ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കണക്കുകളെല്ലാം നമ്മൾ നോക്കി അതിൻ്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമുക്ക് ഇങ്ങനെയാണ്: 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നായിരുന്നു ചോദിച്ചത്. What is the difference between the sum of the first 20 terms and the next 20 terms of the arithmetic sequence 6, 10, 40, etc. ഓക്കെ, നമ്മളപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസിൻ്റെ എന്ത് കാണാൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് കാണാം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എസ് എൻ ഇസിക്കൽ ടു എൻ ബൈ 2 ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ എന്നുള്ളതാണ് തുകയാണ് ഇക്വേഷൻ. എന്നാൽ നമുക്ക് തുക മാത്രമായിട്ടല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തുക മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇടാം. ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കാം. എന്നാൽ നമുക്ക് ഇവിടെ എളുപ്പ രീതി കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പോൾ നമുക്ക് അതിട്ട് ഫസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 20 പദങ്ങൾ നമുക്ക് വേണമല്ലോ. അപ്പോൾ ശ്രേണി നമുക്കറിയാം, ശ്രേണിയെ നമ്മൾ എങ്ങനെയാണ് എ പി എന്നാണ് എഴുതുന്നത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന്. അപ്പോൾ ശ്രേണി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? 6, 10, 14 എക്സെട്രയാണ് അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 20 പദങ്ങളുടെ തുക, ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ 20ാമത്തെ ടേം നമുക്ക് എത്രയാണെന്ന് പറയണം. അപ്പോൾ നമുക്ക് തുകയല്ല കണ്ടുപിടിക്കേണ്ടത്. തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് എസ് എൻ ഈസിക്കൽ ടു എൻ ബൈ 2 ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് എൻ. ഇവിടെ നമുക്കറിയാം എൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ 20 പദമായതുകൊണ്ട് 20 എന്നെടുക്കാം. എക്സ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പദമാണ്, ഫസ്റ്റ് ടേം. അത് എത്രയാണ്? അപ്പോൾ എക്സ് വൺ എന്ന് പറയുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എൻ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? എക്സ് എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് വീണ്ടും പുതിയൊരു കാര്യമാണ് അല്ലേ? ഡി എന്താണെന്ന് നമ്മൾ ഡി ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്. ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഒരു പദത്തിൽ നിന്നും അതിൻ്റെ തൊട്ട് മുമ്പത്തെ പദം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പൊതുവ്യത്യാസം കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം 10 മൈനസ് 6 ഈസിക്കൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എന്തും കിട്ടി? പൊതുവ്യത്യാസം കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷനകത്ത് വേണ്ടത് എഫ് ആണ്. എഫ് ഓൾറെഡി ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായിരുന്നു എഫ്? എഫ് ഈസിക്കൽ ടു എക്സ് വൺ ആയിരുന്നു. അപ്പോൾ എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. ഇവിടെ എൻ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 20 ആണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് സൈഡിലോട്ട് എഴുതാമല്ലോ. എഫ് ഈസിക്കൽ ടു എക്സ് വൺ ഈസിക്കൽ ടു 6, ഡി ഈക്വൽ ടു 4. അടുത്ത് നമുക്ക് എൻ ഈസിക്കൽ ടു 20. പിന്നെ എന്താണ് നമുക്ക് കിട്ടിയത്? ഓക്കെ, നമുക്ക് വേണ്ടത് S20 ആണ്, ശരിയല്ലേ? അതുകൊണ്ട് S20 കണ്ടുപിടിക്കണമെങ്കിൽ X20 കണ്ടുപിടിക്കണം. അപ്പോൾ X20 ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം.
അപ്പോൾ x20 കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കപ്പോൾ ഇട്ട് കൊടുക്കാമല്ലോ. ഡി എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ സ്ഥാനത്താണ് നമ്മൾ 20 കൊടുത്തത്. അപ്പോൾ എവിടെയൊക്കെ n വരുന്നോ അവിടെയെല്ലാം നമ്മൾ എത്ര ഇട്ട് കൊടുക്കുക? 20 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു n 20 അല്ലേ, പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 6 മൈനസ് ഡി 4 തന്നെ. അപ്പോൾ നമുക്ക് അറിയാലോ 20 ഇൻറ്റു 4 എത്രയാണ്? 80 പ്ലസ് 6 മൈനസ് 4 2 80 പ്ലസ് 2 82. അപ്പോൾ നമുക്ക് കിട്ടി x20 എന്ന് പറയുന്നത് 82 ആണ്. അപ്പോൾ x20ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ. x20 = 82 എന്ന് കിട്ടി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? s20 കണ്ടുപിടിക്കാം. അപ്പോൾ Sn എന്ന് പറയുന്ന ഇക്വേഷനകത്ത് x1 = n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അങ്ങനെയാണെങ്കിൽ s20 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 20 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ s20 കണ്ടുപിടിക്കണം. n നമുക്കറിയാലോ 20/2 ഇൻറ്റു x1 നമുക്ക് ഓൾറെഡി ഉണ്ട്. x1 = f അല്ലേ, 6 പ്ലസ് ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? xn കണ്ടുപിടിച്ചു. x20 ആണ് കൊടുക്കേണ്ടത്, ശരിയല്ലേ? അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് s20 = 20/2 ഇൻറ്റു 6 പ്ലസ് x20. അപ്പോൾ നമ്മൾ x20ൻ്റെ വാല്യൂ 82 എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ. x20 = 20/2 നമുക്ക് വെട്ടി 10 എന്നെടുക്കാം. 10 ഇൻറ്റു 6 പ്ലസ് x20ൻ്റെ വാല്യൂ എത്രയാണ്? 82. അങ്ങനെയാണെങ്കിൽ 10 ഇൻറ്റു 82 പ്ലസ് 6 88 = 880. അപ്പോൾ s20 ആദ്യത്തെ 20 പദങ്ങളുടെ തുക നമുക്ക് എത്രയെന്ന് കിട്ടി? 880 എന്ന് കിട്ടി. അപ്പോൾ s20 = 880. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്നല്ല, ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും അവസാനത്തെ 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ അവസാനത്തെ 20 പദങ്ങളുടെ തുക. അപ്പോൾ നമുക്ക് ഒരു ശ്രേണി വീണ്ടും ഒന്നുകൂടി എഴുതി നോക്കാം. ശ്രേണി 6 10 14 എക്സെട്ര എന്നല്ലേ. അപ്പോൾ അങ്ങനെ പോകുന്ന ശ്രേണിയുടെ 20ാമത്തെ പദം ഇത് എത്രാമത്തെ പദമാണ്? x1. ഇത് എത്രാമത്തെ പദമാണ്? x2. ഇത് x3. അങ്ങനെ പോകുമ്പോൾ 82 നമുക്ക് കിട്ടിയില്ലേ. 82 എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണ്? 20ാമത്തെ പദമാണ്. ഇത്രയും കൂടെ കൂട്ടിയപ്പോഴായിരുന്നു നമുക്ക് എത്ര കിട്ടിയത്? 880 കിട്ടിയത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത 20 പദങ്ങൾ വേണം. അടുത്ത 20 പദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് 82 കഴിഞ്ഞ് വരുന്ന സംഖ്യ തൊട്ട് തുടങ്ങിയല്ലേ അടുത്ത 20 പദങ്ങൾ. നമുക്കറിയാലോ ഒരു സംഖ്യയോട് എന്ത് കൂട്ടുമ്പോഴാണ് അടുത്ത സംഖ്യ കിട്ടുന്നത്? അപ്പോൾ ഒരു സംഖ്യയോട് പൊതുവ്യത്യാസമായ ഡി കൂട്ടുമ്പോഴാണ് തൊട്ടടുത്ത സംഖ്യ കിട്ടുന്നത്. ഡി എത്രയാണെന്ന് നമുക്കറിയാലോ, 4 അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 10 കിട്ടി, 10ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 14 കിട്ടി. അങ്ങനെ പോയി 20ാമത്തെ പദം x20 ആണ് 82. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ പദം എത്രയായിരിക്കും? 82ൻ്റെ കൂടെ പൊതുവ്യത്യാസമായ 4 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 21ാമത്തെ പദം x21 കിട്ടുന്നത്, ശരിയല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 21ാമത്തെ പദം നമുക്ക് എത്രയായിരിക്കും? 86. 22ാമത്തെ പദമോ? 86 90. അപ്പോൾ ഇങ്ങനെ പോകത്തില്ലേ? ഇങ്ങനെ പോകുന്ന 20 പദങ്ങൾ. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ 20 പദങ്ങളായി. ഈ 86 തൊട്ട് അടുത്ത 20 പദങ്ങളുടെ തുക വേണം. അപ്പോൾ ഈ 86 തൊട്ടുള്ള 20 പദങ്ങൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പോൾ അടുത്ത 20 പദങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടം തൊട്ടല്ലേ കണ്ടുപിടിക്കേണ്ടത്? 86 എന്ന് പറയുന്നത് അടുത്ത 20 പദങ്ങളുടെ എന്താണ്? ഫസ്റ്റ് ടേമാണ്, ശരിയല്ലേ? ആദ്യത്തെ 20 പദങ്ങളുടെ ഫസ്റ്റ് ടേം 6, അടുത്ത 20 പദങ്ങളുടെ ഫസ്റ്റ് ടേം 86. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അടുത്ത 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെയും തുക കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിച്ച് രണ്ടിൻ്റെയും വ്യത്യാസം എടുത്താൽ മതി. എന്നാൽ നമ്മൾ അങ്ങനെയല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിലും ഈസി ആയിട്ടൊരു വേ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 20 പദങ്ങളെ തുക കണ്ടു, പിന്നത്തെ 20 പദങ്ങളെ തുക കാണും അല്ലേ. അത് എളുപ്പമുള്ള വഴിയല്ലല്ലോ. നമ്മൾ ഇവിടം കൊണ്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കുന്ന രീതിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 6 10 14 എക്സെട്ര. അങ്ങനെ പോയി x1 x2 x3. അങ്ങനെ പോയി 20ാമത്തെ പദം എന്ന് പറയുന്നത് x20 എന്ന് പറയുന്നത് എത്രയാണ്? 82. ഓക്കെ, 82. അങ്ങനെയാണെങ്കിൽ അടുത്ത 20 പദങ്ങൾ വേണമല്ലോ. അടുത്ത 20 പദങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. എന്താണ്? 82ൻ്റെ പൊതുവ്യത്യാസമായ 4 കൂട്ടുന്നതല്ലേ. 86 90 94 എക്സെട്ര എന്ന് പറഞ്ഞല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു.
സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 20 പദങ്ങൾ ഇത്, അടുത്ത 20 പദങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്കറിയത്തില്ല അടുത്ത 20 പദങ്ങളിൽ ലാസ്റ്റ് പദം എത്രയാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 20 പദങ്ങളുടെ ഫസ്റ്റ് ടേം, അപ്പോൾ ഇവിടം വരെ ഉള്ളതിൻ്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 6 ആണ്. അടുത്ത ഇവിടം വരെ ഉള്ളതിൻ്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 86. ശരിയല്ലേ? ഇത്രയും നമ്മൾ തിരിച്ചിരിക്കുകയാണ്. ആദ്യത്തെ 20 പദങ്ങൾ എന്ന് പറഞ്ഞ് ഇത്രയും സംഖ്യകളെ മാറ്റിയിരിക്കുന്നു. 6 തൊട്ട് 82 വരെയുള്ള സംഖ്യകളെ ആദ്യത്തെ 20 പദങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റിയിരിക്കുന്നു. അടുത്ത 86 തൊട്ട് 20 സംഖ്യകൾ, 20ാമത്തെ സംഖ്യ എത്രയാണെന്ന് നമുക്കറിയത്തില്ല, അത്രയും സംഖ്യകളെ അടുത്ത ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. അങ്ങനെ മാറ്റുന്ന സമയത്ത് ഇവിടുത്തെ ആദ്യത്തെ സംഖ്യകളുടെ ഫസ്റ്റ് ടൈം 6ഉം രണ്ടാമത്തെ സംഖ്യകളുടെ ഫസ്റ്റ് ടൈം 86ഉമാണ്. അങ്ങനെയാണെങ്കിൽ എഫിനെ നമ്മൾ x1 എന്നല്ലേ സൂചിപ്പിക്കുന്നത്, x2 എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ x2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 10 ആണോ വരുന്നത്? അല്ല അല്ലേ, നമുക്ക് 90 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x3 എന്ന് പറയുന്നത് 14ഉം ഇവിടുത്തെ x3 എന്ന് പറയുന്നത് 94ഉമാണ്. നമുക്ക് ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കില്ല. നമുക്ക് ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും പിന്നത്തെ 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമല്ലേ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഒരേ സ്ഥാനത്ത് കിടക്കുന്ന പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ, ഒരേ സ്ഥാനത്തുള്ള ഒരേ പൊസിഷനിലുള്ള ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ x1ൻ്റെ ഡിഫറൻസ് 86 - 6 എത്രയാണ്? 80 ആണ്. അടുത്ത നോക്കാമല്ലോ. x2 തമ്മിലുള്ള ഡിഫറൻസ് 90 - 10 ആണ്. അതും എത്ര തന്നെയാണ്? 80. x3 തമ്മിലുള്ള ഡിഫറൻസ് 94 - 14 ഈസിക്കൽ എത്രയാണ്? അതും 80 തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ രണ്ട് സീക്വൻസിൻ്റെ വ്യത്യാസങ്ങൾ, ഒരേ പൊസിഷനിൽ കിടക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 80 തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം എത്രയാണ് എടുക്കേണ്ടി വരും? നമുക്ക് 20 സംഖ്യകൾ എടുക്കേണ്ടി വരും. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 സംഖ്യകൾ എടുക്കുന്ന സമയത്ത് 20ൻ്റെ വ്യത്യാസമല്ലേ വേണ്ടത്? 20 സംഖ്യകളുടെ ആ 20 സംഖ്യകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് 20 ഇൻറ്റു എത്രയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? 80 ആണ്. അങ്ങനെ 20 ഇൻറ്റു 80 എന്ന് പറഞ്ഞാൽ 8 2 16 1600 എന്ന് നമുക്ക് ഈസി വേയിൽ ഇതിനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കാണണ്ട? ഇവിടെ തുക കണ്ടുപിടിച്ച് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? ഇതിൻ്റെ നമ്മൾ തുക കണ്ടുപിടിച്ചു. എത്ര കിട്ടി? 880 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യയുടെ തുക കാണുമ്പോൾ ഈ 86 തൊട്ടുള്ള സംഖ്യകളുടെയും തുക നമ്മളിവിടെ കണ്ടുപിടിക്കണം. അവിടെ ഫസ്റ്റ് ടൈമിനെ 86 എന്നും സെക്കൻഡ് ടൈമിനെ 90 എന്നും എക്സ്ട്രാ 94 എന്നും എടുത്തുകൊണ്ട് പൊതുവ്യത്യാസം കണ്ടുപിടിച്ച് ഇവിടെ സംഖ്യകളുടെ എന്ത് കണ്ടുപിടിക്കുക? തുക കണ്ടുപിടിച്ച് ഡിഫറൻസ് കാണുക. അപ്പോഴും കിട്ടുന്നത് തുക കണ്ടുപിടിച്ചതിന് ശേഷം ഈ സംഖ്യയിൽ നിന്നും ഇതിൻ്റെ ഡിഫറൻസ് കാണുക. അപ്പോഴും കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും? 1600 ആയിരിക്കും. നിങ്ങളെല്ലാം അത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതേ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെയും 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? കാൽക്കുലേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദി ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 6, 10, 40 ആൻഡ് 15, 19, 23 എക്സെട്ര. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ നമുക്ക് എന്താണ്? രണ്ട് സീക്വൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ശരിയല്ലേ? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനകത്ത് ഒരു സീക്വൻസിൻ്റെ തന്നെ ആദ്യത്തെ 20 ടേമും പിന്നത്തെ 20 ടേമും എന്നായിരുന്നു ചോദിച്ചത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് എന്ത്? ആദ്യത്തെ സീക്വൻസ് രണ്ടാമത്തെ സീക്വൻസ് എന്ന് രണ്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നിരിക്കുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും എന്ത് കണ്ടുപിടിക്കുക? 20 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒരു രീതി നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക, തുക കാണുക. ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക, പിന്നത്തെ 20 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ ഫസ്റ്റ് 20 ടേമിൻ്റെ സമ്മ് കാണുക, സെക്കൻഡ് 20 ടേമിൻ്റെ സമ്മ് കാണുക. അപ്പോൾ ആ സമ്മുകൾ തമ്മിൽ വലിയ സമ്മിൽ നിന്നും ചെറിയ സം കുറച്ചാൽ കിട്ടുന്ന എത്രയാണോ ആൻസർ അത് കണ്ടുപിടിക്കുക. നമ്മളിവിടുത്തെ ഈസി വേ തന്നെ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ആദ്യത്തെ സംഖ്യ, ആദ്യത്തെ സീക്വൻസ്, ഫസ്റ്റ് സീക്വൻസ് ആദ്യത്തെ ശ്രേണി എന്താണ്? 6, 10, 14 എക്സെട്ര അല്ലേ? സെക്കൻഡ് ശ്രേണിയോ? സെക്കൻഡ് എന്താണ്? നമുക്ക് 15, 19, 23 എക്സെട്ര എന്നാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് സീക്വൻസും ഉണ്ട്. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സീക്വൻസിൻ്റെയും എന്താദ്യം കണ്ടുപിടിക്കാം? ഒരേ സ്ഥാനത്തുള്ള ഒരേ പൊസിഷനിലുള്ള ടേംസിൻ്റെ ഡിഫറൻസ് കണ്ടു നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീക്വൻസിനെ സെക്കൻഡ് സീക്വൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. 6, 10, 14, എക്സെട്ര. സെക്കൻഡ് സീക്വൻസ് എന്ന് പറയുന്നത് 15, 19, 23 എക്സെട്ര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ x1 എത്രയാണ്?
6 ആണ്. ഇവിടുത്തെ x1 എത്രയാണ്? 15 ആണ്. x2 10, x2 19, x3 14, ഇവിടുത്തെ x3 23. അപ്പോൾ നമുക്ക് കാണേണ്ടത് സംഖ്യകൾ തമ്മിലുള്ള, അപ്പോൾ നമുക്ക് x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. രണ്ട് സീക്വൻസിൻ്റെ x1, x2, x3 എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്തേണ്ട, താഴോട്ട് എഴുതിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. പദങ്ങൾ തമ്മിലുള്ള, ഒരേ സ്ഥാനത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ശരിയല്ലേ? തൊട്ടുമ്പത്തെ കണക്ക് നമ്മൾ അത് തന്നെയല്ലേ നോക്കിയത്. അപ്പോൾ ഒരേ സ്ഥാനത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ടേംസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാമല്ലോ. 15 മൈനസ് 6 എത്രയാണ്? 9 ആണ്. അടുത്തത് നമുക്ക് രണ്ടാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാണാമല്ലോ. എത്രയാണ്? 19 മൈനസ് 10 എത്ര തന്നെയാണ്? 9 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 23 മൈനസ് എത്ര വരും? 14. ഓക്കെ, 23 മൈനസ് 14 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 9 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി അല്ലേ? പദങ്ങൾ തമ്മിലുള്ള ഒരേ സ്ഥാനത്തുള്ള x1, രണ്ടിടത്തെ x1 ആദ്യ പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. രണ്ടാമത്തെ പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് 9 ആണ്. മൂന്നാമത്തെ പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എത്ര തന്നെയാണ്? 9 ആണ്. അങ്ങനെയാണെങ്കിൽ 20 പദങ്ങൾ, 20ാമത്തെ സ്ഥാനത്തുള്ള പദങ്ങളുടെ ഡിഫറൻസ് എത്ര തന്നെ വരും? അത് 9 തന്നെ വരും. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഇൻറ്റു എത്രയാണല്ലേ കണ്ടുപിടിക്കേണ്ടത്? 20 സ്ഥാനങ്ങളുടെ അല്ലേ? അപ്പോൾ വ്യത്യാസം, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഈസ് ഇക്വൽ ടു എത്ര വരെ ഉള്ളതാണ്? 20 പദങ്ങൾ വരെ ഉള്ളതാണ്. എല്ലാത്തിനും വ്യത്യാസം എത്ര തന്നെയാണ് വരുന്നത്? 9 ആണ്. ശരിയല്ലേ? അപ്പോൾ 20 × 9, 92, 18, 180 വരും. അപ്പോൾ ഈ രണ്ട് മോഡൽ ക്വസ്റ്റ്യനും ഒരേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്നാൽ രണ്ട് രീതിയിൽ തന്നെ ചെയ്യുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു സീക്വൻസ് തന്നിട്ട് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ഓക്കെ, ആദ്യത്തെ 20ാമത്തെ പദം കണ്ടുപിടിച്ചിട്ട് 21ാമത്തെ പദത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം രണ്ടാമത്തെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം, ഒന്നുകൂടെ പറഞ്ഞാൽ രണ്ടാമത്തെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 21ാമത്തെ ടേമായിരുന്നു. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കണം. 21ാമത്തെ ടേം, 22ാമത്തെ ടേം, 23ാമത്തെ ടേം നമ്മളവിടെ അത് കണ്ടുപിടിച്ചിട്ട് ഇതേപോലെ തന്നെയല്ലേ ചെയ്തത്. അപ്പോൾ തുക കണ്ടുപിടിച്ച് ചെയ്താലും ഇതേപോലെ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എല്ലാം എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെയായിരിക്കും. ഏത് രീതിയാണോ നിങ്ങൾക്ക് യൂസ് ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ് നമ്മളുടെ M4 Maths എന്ന ചാനലിൽ കാണുന്നതായിരിക്കും. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് പറയുക, എല്ലാവരും ഈ ചാനൽ കാണുക.